കരുനാഗപ്പള്ളി സന്തോഷ് കൊലപാതക കേസിലെ പ്രതികളുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു. 5 പ്രതികളുടെ ചിത്രങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത്. വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. രാജ്കുമാർ, മുൻപുണ്ടായിരുന്ന ഒരു പക, ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പകയാണ് സന്തോഷിന്റെ കൊലപാതകത്തിൽ കലാശിച്ചെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ പുറത്തുവിട്ടിരിക്കുന്ന ചിത്രങ്ങളും ഗുണ്ടാ സംഘത്തിൽപ്പെട്ടതാണോ? നേരത്തെയുള്ള ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം എന്താണ്? സന്തോഷമായിട്ടുള്ളവരുടെ വൈരാഗ്യം എന്താണ്? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? 2 മാസം മുമ്പ് ഇതിൽ ഈ മുഖ്യ പ്രതി എന്ന് സംശയിക്കുന്ന, കൊട്ടേഷൻ നൽകി എന്ന് പോലീസ് സംശയിക്കുന്ന പങ്കജിനെ ഈ സന്തോഷ്, കൊല്ലപ്പെട്ട സന്തോഷ് കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. ഇതിനു മുമ്പ് സന്തോഷിനെ ഇതേ പങ്കജിൻ്റെ സംഘം ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു. അപ്പോൾ ഇവർ തങ്ങളിലുള്ള ഒരു കുടിപ്പക കുറേ വർഷങ്ങളായി 2019 മുതൽ തുടരുന്നതാണ്. 2019-20 കാലഘട്ടത്തിൽ ഈ സന്തോഷിൻ്റെ വീട്ടിൽ കയറി ഇതേ സംഘം സന്തോഷിനെ അന്ന് കതവ് തകർത്ത് ഇതുപോലെ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. ഇതിങ്ങനെ കുറേ വർഷങ്ങളായി തുടരുന്ന ഒരു കുടിപ്പക കൂടിയാണ്. അതിൻ്റെ ഒരു ഏറ്റവും അവസാനത്തെ സംഘർഷത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഈ സന്തോഷ് അതിക്രൂരമായി കൊല്ലപ്പെടാൻ ഇടയാക്കിയത്. മാത്രമല്ല, ഇതിൽ ഈ സന്തോഷിൻ്റെ കൂട്ടാളിയായിട്ടുള്ള, സന്തോഷിൻ്റെ കൂടെ നിരന്തരമായി സഹകരിച്ച് നടന്നിരുന്ന അനീർ എന്ന് പറയുന്ന യുവാവിനെയും ഓച്ചിറ വവാക്കാവിൽ വെച്ച് ഇതേ സംഘം 1/4 മണിക്കൂർ വ്യത്യാസത്തിൽ അവിടെ എത്തി, അവിടെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അനീർ ഇപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. അനീർ മൊഴി നൽകിയിട്ടുണ്ട്. അലുവ അതുൽ എന്ന് വിളിക്കുന്ന അതുലാണ് തന്നെ വെട്ടിയതെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. മറ്റ് 3 പേരുടെ പേരുകൾ കൂടി ഈ പറയുന്ന ഈ പരിക്കേറ്റ അനീർ മൊഴി നൽകി. ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടതും. അതിൽ ഈ പ്യാരി, രാജപ്പൻ, അതുൽ, പങ്കജ് എന്നീ പറയുന്ന 5 പേർ, ഈ 5 പേരും ഇതിൽ പോലീസ് സംശയിക്കുന്ന പ്രതികളാണ്. ഇവർ എത്രയും പെട്ടെന്ന് ഇവരെ പിടികൂടാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് പോലീസ്. എന്നാലും പൊതുസമൂഹത്തിൻ്റെ കൂടി ഒരു പിന്തുണയോടുകൂടി തന്നെ പിടികൂടാനാണ് പോലീസ് ഇപ്പോൾ ഈ ചിത്രം പുറത്തുവിട്ട് ജനങ്ങൾക്ക് ഒരു അലർട്ട് കൂടി നൽകിയിരിക്കുന്നത്. രാജ്കുമാർ, ഇത് വളരെ കൃത്യമായ ആസൂത്രണം, നാളുകളായി നടത്തിയിരുന്ന ആസൂത്രണത്തിൻ്റെ ഒടുവിലാണ് സന്തോഷ് കുമാറിനെ കൊലപ്പെടുത്തിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രധാനമായിട്ടും ഈ സന്തോഷിൻ്റെ വീട് വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്തുകൂടിയുള്ള വീട്ടിലേക്ക് എത്തുന്ന വഴി, അവിടെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. വളരെ കൃത്യമായി CCTVയിൽ ദൃശ്യങ്ങൾ പതിയാത്ത തരത്തിലാണ് പ്രതികൾ ആസൂത്രണം ചെയ്ത് ആക്രമണം നടത്തുകയും ചെയ്തത്. മാത്രമല്ല, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണിക്കുന്ന പ്രതികൾക്കെല്ലാം പോലീസ് തന്നെ പുറത്തുവിട്ട ചിത്രങ്ങളാണ്. നേരത്തെ പല കേസുകളിൽ പ്രതികളാണ്, ഗുണ്ടാസംഘങ്ങളാണ്. ഇവർക്ക് എതിരെയുള്ള ഇവരുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എന്താണ്? മറ്റ് ഈ സന്തോഷമായിട്ടുള്ള അല്ലാതെ മറ്റേതെങ്കിലും കേസുകളിൽ ഇവർ പെട്ടിട്ടുണ്ട്? പങ്കജ് നേരത്തെ തന്നെ വിവിധ കേസുകളിൽ പ്രതിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പങ്കജ് 13 കേസിൽ, നിലവിൽ ക്രിമിനൽ കേസുകളിൽ, അതായത് ഈ മയക്കമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള 13 കേസുകൾ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. മറ്റുള്ള 4 പേർ, ഈ 4 പേരും MDMA കേസുമായി നിരന്തരം പോലീസിൻ്റെ നോട്ടപ്പുള്ളികളും നിലവിൽ പ്രതികളായിരുന്നവരും ജയിൽ വാസം അനുഷ്ഠിച്ചവരുമാണ്. അതേസമയം പലപ്പോഴും ജില്ലാ പോലീസിൻ്റെ, സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശം അനുസരിച്ച് ജില്ലാ ഭരണകൂടം ഇവരെ കാപ്പ ലിസ്റ്റിൽ മറ്റും പെടുത്തിയിരുന്നെങ്കിലും ഇവർ ഹൈക്കോടതിയിൽ പോയിട്ടാണ് അവരെ കോടതിയിൽ പോയി തങ്ങൾ സത്യസന്ധരാണ്, തങ്ങൾ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഇവർ കാപ്പ ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഈ നാട്ടിൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സുജു. രാജ്കുമാർ, ഒപ്പം തന്നെ ഈ കരുനാഗപ്പള്ളി, പനയം, അതായത് കായംകുളം മേഖലകളിൽ നിരവധി ഗുണ്ടാ സംഘങ്ങളുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ആണ്. ഈ പിടിയിലായ, രാജ്കുമാർ നൽകുന്നതനുസരിച്ച് പിടിയിലായ എല്ലാവരും ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടവരാണ്. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണോ ഇപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചെന്നുകൂടി അറിയേണ്ടിയിരിക്കുന്നു? ഇതിൽ ഇവർ ലഹരിയുടെ വ്യാപകരാണ്. ലഹരി കൊണ്ടു നടക്കുന്നവരും ലഹരി ഉപയോഗിക്കുന്നവരും ഇതിൽ വിറ്റിട്ടുള്ളതിലും കേസിൽ ഇതിൽ പ്രതികളായിട്ടുള്ളവരുമാണ്. പക്ഷേ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണെന്നുള്ളതിനെക്കുറിച്ച്, എന്താണ് ഇവർ തങ്ങളുടെ സ്പർദ്ധയ്ക്ക് കാരണം എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഇവരെല്ലാം ഒരു കാലത്ത് ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ആ സുഹൃത്തുക്കൾ പിണങ്ങുമ്പോൾ തമ്മിൽ എത്രമാത്രം ശത്രുക്കളാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന ഈ പറയുന്ന സന്തോഷിൻ്റെ ഒരു ജീവിത സാഹചര്യം. 2019-ലും 2020-ലും ഒക്കെ സമാനമായി സന്തോഷിനെ ഈ സംഘം കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അന്ന് ഈ അമ്മ തന്നെ, കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചപ്പോൾ സന്തോഷിൻ്റെ അമ്മ തന്നെ അഭിമുഖത്തിൽ നമ്മളോട് അവർ വെളിപ്പെടുത്തിയത്, മുമ്പും തൻ്റെ മോനെ ഇതുപോലെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, അന്ന് ഈ വീട് അടിച്ച് തകർത്തിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ വാതിലുകളും ഒക്കെ സുരക്ഷ ഏർപ്പെടുത്തിയാണ് ഞങ്ങളവിടെ താമസിച്ചത്. പക്ഷേ അതും ഇവർ മൺവെട്ടി കൊണ്ട് വെട്ടിപ്പൊളിച്ചാണ് അകത്ത് കയറി തൻ്റെ മോനെ ക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന് ഈ അമ്മ തന്നെ നമ്മളോട് ഇന്നലെ കൈരളി ന്യൂസിനോട് പ്രത്യേകമായി തന്നെ പറയുകയും ചെയ്തിരുന്നു. സിജു. രാജ്കുമാർ, ഈ ഇന്നലത്തെ സംഭവം ഉണ്ടായതിനു ശേഷം പോലീസ് വ്യാപകമായി ഓച്ചിറ പനയം മേഖലയിലെ വീടുകളിൽ വലിയ തരത്തിലുള്ള പരിശോധന നടത്തുകയും ചെയ്തു.
ഇവിടെ ഉയരുന്നൊരു സംശയം, ഈ സമീപകാലങ്ങളിൽ ഈ ഓച്ചിറ, കരുനാഗപ്പള്ളി, കായംകുളം മേഖലയിൽ നിരവധി ഗുണ്ടാസംഘങ്ങളുടെ സാന്നിധ്യമുണ്ട്. നിരന്തരം ഇത്തരത്തിൽ തർക്കങ്ങൾ, കൊലപാതകങ്ങൾ നടക്കുകയും ചെയ്യുന്നു. എന്താണ് ആ മേഖല കേന്ദ്രീകരിച്ച് ഇത്രയധികം ഗുണ്ടാസംഘങ്ങൾ വരാനുള്ളത്? കാരണം അതൊരു മെട്രോ സിറ്റിയുടെ സ്വഭാവമില്ല, വലിയൊരു സിറ്റിയുമല്ല, ചെറിയ പ്രദേശമാണ് ഈ കായംകുളം, കരുനാഗപ്പള്ളി എന്നൊക്കെ പറയുന്നത്. അവിടെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഗുണ്ടാസംഘങ്ങളുടെ ആധിക്യം ഉണ്ടാകുന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം പോലീസ് കൈമാറുന്നുണ്ടോ? അതായത് കരുനാഗപ്പള്ളി, ഓച്ചിറ, വയനകം, ഈ കരുനാഗപ്പള്ളിയും വയനകം ഗ്യാങ്ങുകളാണ് തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ തന്നെയൊക്കെ പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന ഒരു പ്രാഥമികമായ വിവരം. വർഷങ്ങളായി ഈ രണ്ട് ഗ്യാങ്ങുകൾ തമ്മിലുള്ള കുടിപ്പകയുണ്ട്. ഇപ്പോൾ ഇന്നലെ ഈ അനീറിനെ ഇന്നലെ പുലർച്ചെ ഈ അനീറിനെ തന്നെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്, അനീറെ നീ ഇവരുടെ കൂടെയുള്ള, അതായത് ബ്ലാക്കി എന്ന് പറയുന്ന ഒരു വ്യക്തി, ബ്ലാക്കിയും അതുപോലെ ഹുസൈൻ, ഈ രണ്ടുപേരെ അന്വേഷിച്ചാണ് ഈ സംഘം എത്തിയത്. പക്ഷേ ഇവരുടെ മുൻകാല സഹപ്രവർത്തകനായിരുന്ന അനീറിനെ മാത്രമേ ആ സമയത്ത് അവർക്ക് ഈ ബവാക്കാവിൽ വെച്ച് കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് അനീറിനെ അവർ ഈ വെട്ടി പരിക്കേൽപ്പിച്ചത്. അവർ അന്വേഷിച്ചത് വന്നത് പക്ഷേ അനീറിനെ ആയിരുന്നില്ല, ഈ ബ്ലാക്കിയെയും അതേപോലെ പങ്കാളിയായ ഹുസൈനെ ആയിരുന്നു. ഇവർ മറ്റൊരു ടീമാണ്. ഇങ്ങനെ പല ടീമുകളാണ് കരുനാഗപ്പള്ളി, ഓച്ചിറ, വയനകം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടാണ് പോലീസ് നൽകുന്ന വിവരം. നമുക്കിതിനെക്കുറിച്ചൊരു ധാരണയില്ല. പോലീസ് പറയുന്നത് അങ്ങനെ മാത്രമാണ്. വയനകം ഇത് ഉൾപ്പെടുന്ന സ്ഥലത്ത് ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ഈ അതുൽ, ഈ അലുവ അതുൽ എന്ന് പറയുന്ന വ്യക്തി, അതേപോലെ തന്നെ അവിടെയുള്ള ഈ വണ്ടി വിട്ടുകൊടുത്ത വ്യക്തികൾ, ഇവരെല്ലാം വയനകം സ്വദേശികളാണ്. ഇപ്പോൾ ഈ വണ്ടിയുടെ ഉടമകൾ, ഈ കാറിൽ നിന്ന് കൃത്യം നടത്താൻ ഉപയോഗിച്ച കാറ് പിന്നീട് ഒരു ഉപേക്ഷിച്ചു പോയി, ഇന്നോവ കാറ്. ആ കാറിൻ്റെ ഉടമ ഒരു ശ്രീനാഥാണ്, അതിൻ്റെ RC ഉടമ ശ്രീനാഥാണ്. അതേപോലെ ഈ കാറ് ശ്രീനാഥിൽ നിന്ന് കൊണ്ടുപോയത് കുക്കു എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും വയനകം സ്വദേശികളാണ്. ഈ രണ്ടുപേരും ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് താനും. ശരി, രാജ്കുമാറാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കരുനാഗപ്പള്ളിയിലെ സന്തോഷിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 5 പ്രതികളെന്ന് സംശയിക്കുന്ന 5 പേരുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ട്. ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് കൊലപാതകത്തിലെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളാണ് രാജ്കുമാർ പങ്കുവച്ചത്.